ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൾച്ചർ സെൻ്ററിൻ്റെ ഡോമിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഫിനൈലിൻ്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. റോമൻ ആർക്കിടെക്ചറിൻ്റെയും റോമൻസ്ക്യൂ ആർക്കിടെക്ചറിൻ്റെയും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഫിനൈൽ. ഈ ഫിനൈൽ ഇന്ന് ഇന്ത്യയിൽ നിർമ്മിച്ച ഗ്ലാസ് റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ഫിനൈലിൻ്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഫിനൈലിന് 4 മീറ്റർ വ്യാസമുണ്ട്, അതുപോലെ തന്നെ 4 മീറ്റർ ഉയരവുമുണ്ട്. ഈ ഫിനൈൽ സ്ഥാപിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഡോമിന് 14 മീറ്റർ ഡയമീറ്ററുള്ള ഡോമാണ്. 15 മീറ്റർ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഫ്ലോറിൽ നിന്ന് 15 മീറ്റർ ഉയരത്തിലാണ് ഈ ഫിനൈൽ ഫിക്സ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഫിക്സിംഗ് വീഡിയോ മുഴുവനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഫിനൈൽ ഉപയോഗിക്കുന്നത്. ചരിത്രപ്രധാനമായ എല്ലാ സ്മാരകങ്ങളിലും താഴികക്കുടങ്ങൾ ഉണ്ട്. ഈ താഴികക്കുടങ്ങളുടെ ടോപ്പ് ക്യാപ്പിനെയാണ് നമ്മൾ ഫിനൈൽ എന്ന് പറയുന്നത്. ഈ ഫിനൈൽ അല്പ നേരത്തിന് ശേഷം ഇത് സ്ഥാപിക്കാൻ പോവുകയാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 35 മീറ്റർ മുകളിലായിട്ടാണ് നമ്മുടെ താഴികക്കുടങ്ങളുടെ പ്രധാന ഭാഗമായ ഫിനൈൽ നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിന്റെ പ്രത്യേകതയും ഈ ഒരു അന്തരീക്ഷത്തിന്റെ ചുറ്റുപാടും നാം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിൻഡ് ലോഡ്, അതേപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ലക്കിടി വയനാട് അടിവാരം ഏരിയ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു മോഡൽ ആണ് നമ്മളിവിടെ സമർപ്പിക്കുന്നത്. ഏതൊരു ചരിത്ര സ്മാരകത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എലിമെന്റ് ഈ ഒരു ചരിത്ര സ്മാരകത്തിന്റെ മുകളിൽ നമ്മൾ സ്ഥാപിക്കാൻ പോവുകയാണ്.